ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കെട്ടാനായിട്ട് സമൂഹ വിവാഹത്തിന് 2 ജോഡി തികഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾ നോക്കുന്നത് നേരെ നമ്മുടെ സച്ചിയുടെ മുഖത്തേക്കാണ് കേട്ടോ. ഇതാരാപ്പ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്നാൽ പിന്നെ ഇവനെ വിളിച്ചങ്ങോട്ട് കെട്ടിച്ചോ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഈശ്വര ഒന്ന് കെട്ടി എൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല, വെറുതെ എന്തിനാ ഈ കെട്ടാനാന്ന് പറഞ്ഞാൽ ആരും വരില്ല, എന്നാൽ സമൂഹ ഡിവോഴ്സ് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു നോക്ക്, അപ്പം ആയിരങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും കോടതിയല്ലല്ലോ നമ്മൾ ഡിവോഴ്സ് നടത്തി കൊടുക്കാനായിട്ട്, ഒന്ന് അഭിനയിച്ചാൽ മതിയെന്നേ, ഭാര്യനെ വിളിച്ചോണ്ട് പോരെ. അയ്യോ അതൊന്നും വേണ്ടെന്നേ, ഒന്ന് കിട്ടിയതല്ലേ വേണ്ട എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അനൂപിനോട് പറഞ്ഞു, എന്തായാലും 2 ജോഡിയും കൂടെ തികഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ശരിയാക്കും. അല്ല, മാലയുടെ കാര്യം എന്തായി? 500 മാലയാണേ. അതെ, മാലയുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട് സാറേ. അപ്പോൾ എന്ത്? അത് മാലയുടെ കാര്യത്തിൽ ഞാൻ മണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളെയായിരുന്നു ഏൽപ്പിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. ആ ഒരു മണിക്കുട്ടൻ ആരാണ്ടരുടെ കൂടെ ഏതൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പോയി എന്നാണ് കേട്ടത്. അവനെയാണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇയാൾ ചാടി എഴുന്നേറ്റു. എൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ പരിപാടി കുളമാങ്ങാണോ ആയാലുണ്ടല്ലോ, അവിടുത്തെ നേതാവ് ഇവിടെ വരുമ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ നടത്തണം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും എന്നും പറഞ്ഞു ഈ അനൂപിൻ്റെ കോളറയിലൊക്കെ അങ്ങോട്ട് പിടിച്ച് ദേഷ്യപ്പെടുക കേട്ടോ. സച്ചിനാകെ പേടിച്ച് നിൽക്കുക. ഇനിയിപ്പോൾ ഈ 500 മാല പെട്ടെന്ന് മറ്റന്നാളത്തേന് ആരുണ്ടാക്കി തരാനാണ്? അപ്പോഴേക്കും അനൂപ് പെട്ടെന്ന് സച്ചിയെ നോക്കിയിട്ട് ചോദിച്ചു, രേവതി, നിൻ്റെ ഭാര്യ രേവതി പൂ കെട്ടുകയല്ലേ? അവൾക്ക് പൂക്കടയില്ലേ? ഉണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ അനൂപ് ഈ ആളോട് നേരെ അവനോട് പറഞ്ഞു, ഇവൻ്റെ ഭാര്യ പൂ കെട്ടിത്തരും. അപ്പോഴേക്കും ഇയാൾ ചോദിച്ചു, ആണോ, തരുമോ? 500 മാല ഉടനെ കിട്ടുമോ? നാളെ കഴിഞ്ഞിട്ട് രാവിലെ റെഡിയാക്കാൻ പറ്റുമോ? അപ്പോൾ സച്ചി പറഞ്ഞു, റെഡിയാക്കാൻ സാറേ. സച്ചി ഒന്ന് ആലോചിച്ച് ആദ്യം റെഡിയാക്കി തരാം എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ 25,000 രൂപ അഡ്വാൻസ് എന്നും പറഞ്ഞിട്ടൊരു കവറിലിട്ടത് അപ്പം തന്നെ ഇങ്ങെടുത്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. സച്ചി ഞെട്ടിപ്പോയി. എന്തായാലും മാല കൊടുക്കാമെന്ന് ഏറ്റു. അങ്ങനെ സന്തോഷത്തോടു കൂടി വീട്ടിൽ വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയണം രേവതിയോട്. ഈ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കും? മാത്രമല്ല ഒരു കശവിശ പോലെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ രേവതിയോട്. ഇത് പറയാനൊരു മടി. അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഓടിത്തുള്ളി വരികയാണ് കേട്ടോ. രവീന്ദ്രനെ കയറി തട്ടി വീഴിക്കാനൊക്കെ പോവാണ്. എടാ നീ എന്താടാ രേവതി വിളിക്കച്ചാ, നീ ഒന്ന് അടങ്ങ്, കാര്യം പറ, രേവതി വിളിക്കച്ചാ. അങ്ങനെ രേവതി വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനോട് പറഞ്ഞു, അതെ ഇവളോട് പറ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും രേവതിയോട് രവീന്ദ്രൻ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന്. എത്ര രൂപയുടെ ഓർഡറാണ്, എത്ര മാല വേണമെന്ന് ചോദിക്കാച്ചാ എന്ന് രേവതി പറയും. അങ്ങനെ ഇടനിലക്കാരനായിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മാലയുടെ ഓർഡർ കേട്ടിയപ്പോഴാണ് നമ്മുടെ രേവതി ശരിക്കും ഞെട്ടിപ്പോയത്. 500 മാല. 500 മാലയോ? നിങ്ങൾക്ക് എന്താ വട്ടാണോ? ഒന്ന് ചോദിക്കാച്ചാ എന്നിങ്ങനെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ 500 മാല ഒരു സമൂഹ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം കറക്റ്റ് അല്ലേ മോളെ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അല്ല, എന്നത്തേനാ ഈ സംഗതി? റെഡി കെട്ടിത്തരാൻ കുഴപ്പമൊന്നുമില്ല, എന്നത്തേനാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഉണ്ട്, പിന്നെ ഉണ്ടല്ലോ 25,000 രൂപ അഡ്വാൻസും കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് വിശ്വാസം വരാനായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ശരിയാ, 25,000 രൂപ അഡ്വാൻസ്. എന്തായാലും അഡ്വാൻസ് രവീന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഇതെന്തിനാണ് എനിക്ക് അച്ഛനങ്ങ് കൊടുത്തേരെ അച്ഛാ എന്നും പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് മേടിച്ച് കൊടുത്തു. രേവതിയും അത് വാങ്ങിച്ചു കേട്ടോ. അല്ല, എന്നത്തേനാ മാല? അത് മറ്റന്നാളത്തേനെ. രണ്ടുപേരും ഞെട്ടി. നമ്മുടെ രവീന്ദ്രൻ ഞെട്ടി, രേവതി ഞെട്ടി. മറ്റന്നാളത്തേനോ? തമാശ പറയുകയാണോ? 500 മാല ഞാൻ എങ്ങനെയാ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അതേ അഡ്വാൻസ് വാങ്ങിച്ചില്ലേ, 500 മാല സെറ്റാക്കണം. അവസാനം രേവതി പറഞ്ഞു, ഞാൻ അനീത്തിനെ, ദേവുവിനെയും അതുപോലെ തന്നെ കുറച്ച് ചേച്ചിമാരെ ഒക്കെ വിളിക്കാം, എന്നിട്ട് മാല റെഡിയാക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? വാക്ക് കൊടുത്ത് പോയതല്ലേ. പൂ എനിക്ക് ഇവിടെ എത്തിച്ചു തരണം, അത് ഞാൻ ഏറ്റു. പൂ മേടിച്ചു തരാം, രാവിലെ ഓട്ടോയ്ക്ക് ഞാൻ പൂ കൊണ്ടുതരാം. പിന്നെ മാല തിരിച്ചു കൊണ്ടു കൊടുക്കാനുള്ള വണ്ടി അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞത് ഓട്ടോയ്ക്ക് പറ്റത്തില്ല, അതിനുള്ള വണ്ടി വേറെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അല്ല, മാലയ്ക്ക് എത്ര രൂപ പറയണം? അത് സീസൺ അനുസരിച്ച് മാലയ്ക്ക് വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതൊന്നും നീ വേണേണ്ട. നീ ഇപ്പോൾ എത്ര രൂപയാവും എന്ന് പറ? ഒരു മാലയ്ക്ക് 1000 രൂപയാകും. അങ്ങനെയാണ് 500 മാലയ്ക്ക് 5 ലക്ഷം രൂപ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം അവർക്ക്. കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കൊടുക്കാം. എന്തായാലും ആയിക്കോട്ടെ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ആ മാലയുടെ ഓർഡറൊക്കെ സെറ്റായി കേട്ടോ. ഇപ്പം എല്ലാം ശരിയായില്ലേ, ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പോയി. രേവതിയും സച്ചിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കാനുള്ള ഒരു മടി എന്ന് പറഞ്ഞിട്ട് സച്ചി കണ്ടിട്ടാണ് രേവതി ഇങ്ങനെ നോക്കുന്നത്. രേവതി നിന്ന് ചിരിക്കുക കേട്ടോ. സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ നടന്നിങ്ങനെ പോവുകയാണ്. ഇനി എത്ര ദൂരം നടക്കണം? എനിക്ക് നടക്കാൻ വയ്യ, നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകാം. ഓട്ടോയ്ക്ക് കൊടുക്കാൻ ശ്രുതിയുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിലൊന്നുമില്ല. നിൻ്റെ കയ്യിൽ കാണുമല്ലോ.
ആ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് നടക്കാം. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് കാറ് മേടിക്കണം. ഞാൻ കാനഡയിൽ പോയാലോ, നിനക്ക് ഇവിടെയൊക്കെ ഉപയോഗിക്കാമല്ലോ. സച്ചി കാനഡ വിട്, ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടെത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത്? എന്ത് ജോലി കണ്ടെത്താനാണ് എന്നൊക്കെ ചോദിക്കുക. എനിക്ക് കാനഡ ജോലി സെറ്റായതല്ലേ. അതെ, 14 ലക്ഷം കൊടുക്കാൻ സുധിയുടെ കയ്യിലുണ്ടോ? അയ്യോ, അത് നിൻ്റെ അച്ഛൻ തരില്ലേ? എൻ്റെ അച്ഛൻ തരത്തൊന്നുമില്ല. മാത്രമല്ല, ഇനി ഞാൻ ചോദിക്കത്തുമില്ല. ഇതിനു മുമ്പ് ഞാൻ കുറേയൊക്കെ കാശ് മേടിച്ച് തന്നിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഇനി ആ പരിപാടി വേണ്ട. അപ്പോഴേക്കും പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക, ബിസിനസ് തുടങ്ങാനായിട്ട് ഇവിടെ കുറച്ച് പൈസ ഒപ്പിച്ച് തരാൻ പറ. എന്തിനാണേലും പൈസ മറ്റൊരിടത്തുനിന്ന് എടുക്കുന്ന കാര്യം വിട്ടേരെ. ആദ്യമേ സുധി എവിടെയെങ്കിലും 6 മാസം ഒന്ന് ജോലി ചെയ്ത് കാണിക്കുക. ഒരു പ്രശ്നവും ഇല്ലാതെ സുധി ഒന്ന് 6 മാസം എവിടെയെങ്കിലും ഒന്ന് ജോലി ചെയ്ത് കാണിക്കുക. അപ്പം നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യം ആലോചിക്കാം. എന്തായാലും കാനഡയിൽ നിന്നെ കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ട്. വേണ്ട, എൻ്റെ പാർലർ ഇവിടെയാണ്, സുധി എങ്ങോട്ടും പോവാൻ വേണ്ട എന്നൊക്കെ പറയാണ്. ഒരു കാശിന് വെറുതെ 14 ലക്ഷം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് തുലയ്ക്കാനായിട്ട് സുധിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ പെൻഷൻ കിട്ടി 50 ലക്ഷം കൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേക്ക് സുധിക്ക് അങ്ങ് അയ്യടാന്നായിപ്പോയി. ശ്രുതി ഇതും പറഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് നടക്കുകയും ചെയ്തു. ശ്രുതിയാണെ സ്തംഭിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് തിരിഞ്ഞു വന്നിട്ട്, ശ്രുതി സോറി കേട്ടോ, അറിയാണ്ട് പറഞ്ഞു പോയതാന്ന് ശ്രുതി പറഞ്ഞു. ഇത് സച്ചി എപ്പോഴും പറഞ്ഞ് കുത്തി നോവിക്കുന്നത്, നീ ഇവിടെ തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരൻ സെൻറ്റി ഇറക്കുകയാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഈ ശ്രുതി ചന്ദ്രമതിയുടെ മുഖത്ത് പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, ചന്ദ്രമതിയെ സുന്ദരിയാക്കാനായിട്ട്. നാളെ ഈ മുഖം ഉണ്ടല്ലോ വെട്ടിത്തിളങ്ങും, പ്രായം കുറവ് തോന്നും എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട്. സന്തോഷത്തിൽ മൊത്തം അടിച്ചോ, 2 3 കോട്ടടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് ചന്ദ്രമതി. എന്തായാലും നമ്മുടെ ശ്രീകാന്ത് വർഷം എന്ന് പറയുന്ന വഴക്ക് കഴിഞ്ഞിട്ടില്ല, തൊടുന്നതിനും പിടിക്കുന്നതിനും വഴക്കാണ് കേട്ടോ. ഇവള് ഈ വലിയ വീട്ടിൽ വളർന്നതിൻ്റേതായ ആ ഒരു രീതിയാണ് ഇവള് മൊത്തം. അതായത് AC ഇല്ലാണ്ട് ഇവൾക്ക് ഉറങ്ങാനേ പറ്റില്ല. പക്ഷേ AC ഒരു ഇച്ചിരി തണുപ്പ് കൂടിയാൽ ശ്രീകാന്തിന് ഉറങ്ങാൻ പറ്റില്ല. രണ്ടുപേരും കൂടെ ഇതിൻ്റെ പേരിൽ കിടന്ന് അടിയാണ്. ഈ AC ഓഫാക്കുന്നത് ശ്രീകാന്ത്, എനിക്ക് AC ഇല്ലാതെ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഭയങ്കര തണുപ്പാണ് ശ്രീകാന്ത്, എനിക്ക് AC ഇല്ലാതെ പറ്റില്ല, AC ഓഫാക്കിയാൽ എന്തൊരു ചൂടാണെന്നറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് വർഷ. രണ്ടുപേരും കൂടെ മാറി 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 ഈ റിമോട്ട് എടുത്തിട്ട് ഇത് ഓഫാക്കുന്നു ഓണാക്കുന്നു. അവസാനം ഈ AC റിമോട്ടും കൊണ്ട് ഞാൻ നിലത്തങ്ങണം കിടന്നോളാം, AC ഇടും എന്തായാലും എന്നും പറഞ്ഞ് വർഷ ചാടി എഴുന്നേറ്റു. അവസാനം ഈ റിമോട്ടിന് വേണ്ടിയിട്ട് ഇതുങ്ങൾ രണ്ടും കൂടെ പൊരിഞ്ഞ യുദ്ധം. റിമോട്ട് താഴെ പോയി, കറണ്ടും പോയി. റിമോട്ട് താഴെ പോയാൽ കറണ്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റിമോട്ട് താഴെ പോയി വഴിക്ക് കറണ്ടും പോയി. കറണ്ട് പോയി, നീ കാരണം, കറണ്ട് പോയത് നീ കാരണം, വഴക്കിട്ടോണ്ടാ കറണ്ട് പോയത് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടാണ്, പിന്നെ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. എന്തായാലും നമ്മുടെ രേവതിയും ഈ പറയുന്ന കിടന്നുറങ്ങുന്നിടത്ത് ഭയങ്കര ചൂടായിട്ട് എഴുന്നേറ്റ് രേവതി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചുകൊണ്ട് വന്ന സമയത്താണ് ലൈറ്റും അടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നത്. മൊബൈൽ വെട്ടത്തിൽ ഇറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ കാണുന്നത് ഇങ്ങനെ മെഴുകുതിരിയായിട്ട് നിൽക്കുന്ന ആ മെഴുകുതിരി വെളിച്ചത്തിൽ രേവതിയുടെ ആ സുന്ദരമായ മുഖമാണ്. എന്തായാലും സച്ചി ഇങ്ങനെ നോക്കിയിരുന്നു പോയി, അന്തം വിട്ട് സച്ചി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രേവതിക്കും അങ്ങ് വല്ലാണ്ടായിട്ടോ. അതോടൊപ്പം തന്നെ ഒരു പാട്ടും, ഒരു മെഴുതിരിയുടെ എന്നുള്ളൊരു പാട്ടില്ലേ, എൻ്റെ പൊന്നെ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടാമോ എന്ന് ആരും ചോദിച്ചേക്കില്ല. നമ്മുടെ വിശുദ്ധൻ എന്ന സിനിമയിലെ ആ പാട്ട്, അടിപൊളി പാട്ടും ഇവരെ രണ്ടുപേരെയും ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണിക്കാൻ കേട്ടോ. കിട്ടു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈക്കും അതുപോലെ നിങ്ങളുടെ ഈ കാണുന്ന വ്യൂസും ഒക്കെ അനുസരിച്ചാട്ടോ ഡെയിലി ഇതിനകത്ത് നമ്മൾ ഈ കഥ ഇടുന്നത്. കുറവാണെങ്കിൽ ഇത് നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും കഥ ഇടാമെന്നിങ്ങനെ ഓർക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരിലേക്ക് നമ്മുടെ ഈ വീഡിയോസ് എത്തിക്കോളും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.